വിലങ്ങാട് ടൗണിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. വളരെ ഭീതിജനകമായ അന്തരീക്ഷമാണ്. ഇവിടെ 15ഓളം വീടുകൾ തകർന്നു കിടക്കുകയാണ്. നിരവധി കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചുകൊണ്ടിരിക്കുന്നു. രക്ഷാപ്രവർത്തനം ഇവിടെ സജീവമാണ്. ഫയർഫോഴ്സ്, അതുപോലെ പോലീസ് ഉദ്യോഗസ്ഥർ, റവന്യൂ ഡിപ്പാർട്ട്മെന്റ് എല്ലാവരും ഇവിടെ സജീവമായി രംഗത്തുണ്ട്. അതേപോലെ ജനപ്രതിനിധികളും രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖരുമെല്ലാം ഇവിടെ രാവിലെ തന്നെ എത്തി രക്ഷാദൌത്യത്തിന് നേതൃത്വം നൽകുകയാണ്. ഇത് വിലങ്ങാട് അങ്ങാടിയാണ്. ഈ അങ്ങാടിയുടെ ചിത്രമാണ് ഇപ്പോൾ കാണുന്നത്. വിലങ്ങാട് അങ്ങാടിയുടെ പിന്നിലുള്ള പുഴയാണ് ഈ കുത്തി ഒഴുകുന്നത്. വളരെ വേഗതയിൽ ഈ പുഴയുടെ ഒഴുക്ക് കാണുമ്പോൾ ആളുകളൊക്കെ തന്നെ വലിയ വെപ്രാളത്തിലാണ്. വിലങ്ങാട് ടൗൺ റോഡും അതേപോലെ തന്നെ ഇവിടെയുള്ള കടകളൊക്കെ തന്നെ ആകെ തകർന്ന് കിടക്കുകയാണ്. പ്രദേശവാസികളൊക്കെ തന്നെ ഭീതിയോടുകൂടി ഇവിടെ കഴിയുകയാണ്. ഈ കാണുന്നത് വിലങ്ങാട് ടൗണിലേക്കുള്ള റോഡാണ്. ഇവിടെ റോഡ് വലിയ പുഴയായി മാറിയിരിക്കുകയാണ്. വിലങ്ങാട് അങ്ങാടിയിലേക്കുള്ള ഗതാഗതം പൂർണ്ണമായി നിലച്ചിട്ടുണ്ട്. വിലങ്ങാട് ടൗണിൽ താമസിക്കുന്ന ആളുകളൊക്കെ തന്നെ ഇപ്പോൾ ഒറ്റപ്പെട്ട നിലയിലാണ്. ഇവിടെ JCB ഉപയോഗിച്ച് റോഡിലെ മരങ്ങളും മറ്റും നീക്കം ചെയ്യാനുള്ള തിരക്കിട്ട ശ്രമം നടന്നു വരികയാണ്. പോലീസ് ഉദ്യോഗസ്ഥരും ഫയർ ആൻഡ് റെസ്ക്യൂ ടീമും വിലങ്ങാട് അവരുടെ തീവ്രയത്ന പരിപാടി ആരംഭിച്ചിട്ടുണ്ട്. നാട്ടുകാരും രക്ഷാപ്രവർത്തനത്തിൽ വളരെ സജീവമാണ്. മണ്ണശ്ശേരിയിൽ ഇപ്പം നിലവിൽ അവിടെ 2 മുറി 3-4 മുറി പീടിയ വായനശാല അങ്ങനെ ഒന്നുമില്ല. അവിടെ നിന്ന് അങ്ങോട്ട് റോഡ് ഗതാഗതം ഒന്നുമില്ല. ഇപ്പോൾ നിലവിൽ അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ റോഡേ ഇല്ല. മൊത്തം അങ്ങോട്ട് യാത്രയും കാര്യങ്ങളൊന്നും എല്ലാം മൊത്തം പോയി കിടക്കണം. ആളുകളെ ആദ്യത്തെ ചെറിയൊരു ഉരുള് പൊട്ടിയായിരുന്നു തന്നെ മാറ്റി പാർപ്പിച്ച്. ബാക്കി ഇപ്പം മിസ്സായ ആൾക്കാരാരാന്നുള്ള വലിയ ഉറപ്പൊന്നുമില്ല. ഒരാളെ കാണുന്നില്ലാന്ന് ഇപ്പം പറയുന്നത്. വീട്ടിൽ ആളുണ്ടായിരുന്നു. ആളെല്ലാം ആദ്യത്തെ ചെറിയൊരു ഉരുള് പൊട്ടിയായിരുന്നു തന്നെ മാറ്റി പാർപ്പിച്ചു. അവിടെ ഇപ്പം വീട് മൊത്തം നശിച്ചുണ്ട്. ബാക്കിയെല്ലാം മാറ്റി പാർപ്പിച്ചു. അവിടെ ഒരു പുഴ നീന്തിക്കിടക്കുന്നത് പോലെയാണ് ഈ റോഡിലൂടെ ആളുകൾ വിലങ്ങാടങ്ങാടിയിലേക്ക് നടക്കുന്നത്. അത്രയും വെള്ളം ഈ റോഡിലൂടെ പരന്നൊഴുകുകയാണ്. മാത്രവുമല്ല ഇവിടെയുള്ള റോഡിന്റെ 2 ഭാഗങ്ങളും തകർന്നു കിടക്കുന്നത് കൊണ്ട് ഈ റോഡിലുള്ള യാത്ര അപകടകരമാണ് എന്ന് പോലീസ് ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിലങ്ങാടങ്ങാടിയിലും അതേപോലെ ഇതിന്റെ പരിസരങ്ങളിലുമൊക്കെ ഇപ്പോൾ ഉള്ള ആളുകളെയൊക്കെ തന്നെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. റോഡിന് നടുവിൽ ഒരു വൈദ്യുതി തൂൺ പൊട്ടിവീണ ദൃശ്യമാണ് ഈ കാണുന്നത്. ഇവിടെ വൈദ്യുതി ബന്ധമാകെ താറുമാറായി കിടക്കുകയാണ്. ഈ മേഖലയിൽ ആകെ ഒരു പരിഭ്രാന്തരായിട്ടാണ് ജനങ്ങൾ കഴിയുന്നത്. ഇതിലെല്ലാം വെള്ളമായിരുന്നു. ആർക്കും കടക്കാനാവില്ല. ഒരു പെണ്ണുങ്ങൾ ഇതിൻ്റെ മുകളിൽ കുടുങ്ങിയിരിക്കുന്നുണ്ട്. മൊബൈൽ വെട്ടത്ത് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. നമുക്കൊന്നും അടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ രക്ഷിക്കാനും പറ്റിയില്ല. വെള്ളം വലിഞ്ഞപ്പോഴാണ് അവരെങ്ങോട്ട് പോകുന്നത്. അവരെ ബൈക്ക് ഒലിച്ചു പോയി. അവരുടെ പേര് എന്താണെന്ന് അറിയില്ല. പിന്നെ ഇവിടെ തന്നെ ലേഡീന്റെ ബൈക്കാണോ ഒലിച്ചത്? ലേഡീന്റെ ബൈക്ക്. എൻ്റെ കാറും അതുപോലെ തന്നെ വെള്ളത്തിലായിപ്പോയി. ഇപ്പൊ കെട്ടി വെച്ചത് ഇവിടെ എത്തിച്ചത്. എത്ര മണിക്കാണ് സംഭവം? രാത്രി 1:20 ആയപ്പോൾ ഞങ്ങൾ ഇവിടെ എത്തിയത്. 1:20 ആകുമ്പോൾ ഇത് പെട്ടെന്ന് തന്നെ വന്നിന് വണ്ടിയെടുത്ത് മാറ്റാനൊന്നും സൗകര്യം കിട്ടിയില്ല. ഫുള്ള് ഒലിച്ച നമ്മൾ പോയി. ഇതിലെല്ലാം വെള്ളം. അപ്പോൾ ഒന്നാമത് തടസ്സം എന്ന് പറഞ്ഞാൽ ആ പാലത്തിൻ്റെയാണ് മെയിൻ. ആദ്യം വാർത്ത പാലല്ലേ, അത് പൊളിച്ചു കളഞ്ഞിട്ടില്ല. അവിടെ ഒരു പാലമുണ്ട്, പഴയ പാലം. ആ പാലത്തിന് വെള്ളം വന്ന് കുത്തിയിട്ടാണ് വെള്ളം ഇങ്ങനെ അങ്ങോട്ട് ഒന്ന് ഒഴുകിപ്പോയത്. ഒന്ന് ബാബുവിന്റെ വീടിയ, പിന്നെ ഉരുട്ടിയിൽ പാലത്തിന്റെ അടുത്ത് മോന്റെ വീടിയ നിഷാദ്. പിന്നെ ഞങ്ങളുടെ വീടിന്റെ അടുത്തൂടെ എല്ലാം ഉരുള് പൊട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോ അവിടെയുള്ളവരെല്ലാം പറയുന്നത് പുതിയ വീട്ടിലേക്ക് മാറ്റാനുള്ള ഒരു സംവിധാനം ആക്കി കൊടുക്കാനാണ് പറയുന്നത്. എല്ലാവരും അങ്ങനെ തന്നെ പറഞ്ഞത്. 2-3 ദിവസം അവരിങ്ങനെ പറയുന്നത്. കഴിഞ്ഞ ദിവസം പിന്നെ മോളീൻ്റെ വീട് പോയിട്ട് പിന്നെ വളയത്തുനിന്നും പിന്നെ വില്ലേജ് ഓഫീസിൽ നിന്നെല്ലാം പറഞ്ഞിട്ടുണ്ടേനെ. അപ്പോൾ ഒരു പറയുന്നത് പിന്നെ ഞങ്ങളെ പുതിയ വീട്ടിലേക്കൊന്ന് മാറ്റി തരുമോ.
കുറച്ച് ദിവസം ഒരു ഭക്ഷണം കഴിച്ചിട്ട് ഉറങ്ങാൻ മാത്രം ഒന്ന് മാറ്റി തരുമെന്നുള്ള അർത്ഥത്തിലാണ് അവർ പറയുന്നത്. എല്ലാവരും അങ്ങനെ തന്നെ ഒന്ന് രാവിലെ പറഞ്ഞു, നിങ്ങൾ അവിടെയും വന്ന് നോക്കണം, ഒരു എല്ലാം വിലങ്ങാട് പട്ടികവർഗ സർവീസ് സഹകരണ സംഘത്തിന്റെ ഓഫീസാണിത്. ഇതിന് തൊട്ടടുത്തുള്ള പുഴയിൽ വെള്ളം കുത്തി ഒലിക്കുകയാണ്. ഈ കെട്ടിടം തകർച്ചയുടെ വക്കിലാണ്. ഒരു ഭാഗം തകർന്നിട്ടുണ്ട്. ഈ കെട്ടിടം ഇനിയും ഈ വെള്ളത്തിന്റെ ഒഴുക്ക് തുടരുകയാണെങ്കിൽ പൂർണ്ണമായും തകരാനുള്ള സാധ്യതയിലാണ്. KSCB വളരെ സജീവമായി രംഗത്തുണ്ട്. ഇവിടെ പൊട്ടിവീണ പോസ്റ്റുകൾ ഒക്കെ നീക്കം ചെയ്യാനുള്ള തീവ്ര ശ്രമമാണ് KSCBയുടെ ഭാഗത്തു നിന്ന് ഇവിടെ നടക്കുന്നത്. ഇപ്പോൾ നമ്മോടൊപ്പം ചേരാൻ രാഷ്ട്രീയ പാർട്ടി നേതൃത്വം ഉണ്ട്. അവർ ഈ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കും. ഈ വിലങ്ങാട് ആകമാനം വളരെ ഭീതിജനകമായിട്ടുള്ള സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഈ മേഖലയിലെ അധിവസിക്കുന്ന ജനങ്ങളാകെ ദുരിതത്തിലും പ്രയാസത്തിലുമാണ്. അതുപോലെ ഈ മേഖലയിലാകെ സഞ്ചാര സൗകര്യം നഷ്ടപ്പെട്ടിരിക്കുന്നു. കല്ലാച്ചി എന്ന് വിലങ്ങാടേക്ക് വരാനുള്ള റോഡ് പോലും റോഡിന്റെ പല ഭാഗങ്ങളും ഒലിച്ചു പോയിട്ടുണ്ട്. അതേപോലെ ശക്തമായിട്ടുള്ള കുത്തൊഴുക്കിൽ ഈ പ്രദേശത്തെ പുഴയോട് സമീപത്ത് ജീവിക്കുന്ന വീട്ടുകാരെല്ലാം വലിയ ഭീതിയിലും അവരുടെ വീടുകളിലേക്കെല്ലാം വെള്ളം കയറി വിലങ്ങാട് മലയോരത്ത് വളരെ ഗുരുതരമായ സാഹചര്യം. ഇന്ന് പുലർച്ചെ 1 മണിയോടെയാണ് മഞ്ഞച്ചിളി ഭാഗത്ത് ഉരുൾപൊട്ടലുണ്ടായത്. ഈ ഉരുൾപൊട്ടലിൽ വീടുകൾ വെള്ളത്തിനടിയിലാവുകയും കടകളും കൃഷിയിടങ്ങളും നശിക്കുകയും ചെയ്തു. വാണിമേൽപ്പുഴയിൽ ജലവിധാനം ഉയർന്ന് പുഴയോരവാസികളും ആശങ്കയോടെയാണ് കഴിയുന്നത്. കഴിഞ്ഞ ഉരുൾപൊട്ടൽ സമയത്ത് തകർന്നുപോയ വിലങ്ങാട് ഉരുട്ടിപ്പാലത്തിന്റെ ചില ഭാഗങ്ങളും തകർന്നിട്ടുണ്ട്. ഈ മേഖലയിൽ ഗതാഗത സംവിധാനം മുടങ്ങിക്കിടക്കുകയാണ്. വൈദ്യുത ബന്ധങ്ങൾ പൂർണ്ണമായും വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു. ഈ പ്രദേശത്തെ ജനങ്ങൾ വളരെ ഭീതിയോടുകൂടിയാണ് കഴിയുന്നത്. വിലങ്ങാട് അങ്ങാടിയിൽ കെട്ടിടങ്ങൾ തകർച്ചയുടെ വക്കിലാണ്. പോലീസും ഫയർ ആൻഡ് ടീമും ആളുകളെ അവിടെ നിന്ന് ഇപ്പോൾ വളരെ വേഗത്തിൽ ഇടപെട്ടുകൊണ്ട് സുരക്ഷിതമായ കേന്ദ്രങ്ങളിലേക്ക് ഈ കുടുംബങ്ങളെല്ലാം ഉടനെ മാറ്റുന്ന സ്ഥിതി ഉണ്ടാക്കിയെടുക്കണം. ഇതുകൂടാതെ കുറ്റല്ലൂർ പന്നിയേരി മേഖല കോളനികളിലും ഉരുൾപൊട്ടൽ നടന്നിട്ടുണ്ട്. അവിടെ മറ്റു സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ അവരെയും ഉടനെ ഒരു സുരക്ഷിത ക്യാമ്പുകളിലേക്ക് താമസിക്കേണ്ട സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്.